നമസ്കാരം, എൻ്റെ പേര് ലിനീഷ് ആണ്. വില്യാംപുരം അംബേദ്കർ ഗ്രാമത്തിലാണ് എൻ്റെ വീട്. 4 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ ഞാൻ വാഴ, പയർ, കോവൽ, പിന്നെ കേരിക്കുന്ന തന്നെ കുറ്റിക്കുരുമുളക്, അതേപോലെ ചെറുതേനീച്ച, അലങ്കാര മത്സ്യം, കോഴി മുതലായവ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രോ ബാഗിൽ പറ്റും പോലെയുള്ള പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങൾ കാണാം അല്ലേ? ഇത് പയറ്, പയറും കോവലും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ ഇഞ്ചി, മഞ്ഞൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അടുത്തത് പച്ചക്കറി വെച്ചിട്ടുണ്ടോ ഗ്രോ ബാഗിൽ? പച്ചക്കറി ഉണ്ട്. വെണ്ട, തക്കാളി, വഴുതന, പച്ചമുളക്, അതേപോലെ തന്നെ ചെറുതേനീച്ച. ചെറുതേനീച്ച ബോക്സ് അവിടെ നിന്ന് കിട്ടിയതായിരുന്നു. കിട്ടിയതാണ്. വേറെ കുറ്റിക്കുരുമുളക്, കുറ്റിക്കുരുമുളക് ഇത് കേവിക്കുന്ന കിട്ടിയതാണ്. നല്ല വന്നിട്ടുണ്ടല്ലോ. കായ് വരാൻ തുടങ്ങിയോ? കായ് വരാൻ തുടങ്ങി. ഓക്കെ, ശരി. അതേപോലെ തന്നെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിനാണ് ഈ ഗ്രോ ബാഗ്. അവിടെ നിന്ന് കൊടുത്തതാണല്ലേ? 5 കിലോ മഞ്ഞൾ കൊടുത്തു. മഞ്ഞൾ വേറെ സ്ഥലത്തിൽ നട്ടിട്ടുണ്ടോ? അപ്പോൾ വേറെ സ്ഥലത്ത് നട്ടിട്ടുണ്ടോ അവിടെ? ഇത് മത്സ്യകൃഷി ചെയ്യാൻ പ്രദീപ് സാറ് മത്സ്യക്കുഞ്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. വളരെ ചുരുങ്ങിയ പൈസ മുടക്കിയിട്ട് ഇത് ബോക്സും മീനുകളും അവിടെ നിന്ന് കൊടുത്തതായിരുന്നു. തീറ്റ തീർന്നിട്ടുണ്ടോ? ഒന്നും ഉണ്ടോ? തീറ്റ തീർന്നു. അതേപോലെ കോഴിയും കോഴിക്കോടും സേവിക്കേണ്ടതാണ്. മുട്ടക്കോഴിയാണ് വേണ്ടത്. അല്ല, ഈ പരിപാടിയെല്ലാം നമ്മുടെ SC/SP പകുതിയിൽ കിട്ടിയതാണ് അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ മാത്രമാണോ ഇതുപോലെ വേറെ ഗുണം കിട്ടിയവർ വേറെ ഇവിടെ ഉണ്ടോ? ഈ അംബേദ്കർ ഗ്രാമത്തിലെ 29 കുടുംബത്തിനും ഇതേപോലെ ഗുണം കിട്ടിയതാണ്. എനിക്ക് ഇങ്ങനൊരു ഞങ്ങളെ അംബേദ്കർ ഗ്രാമത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടെയുള്ള ആളുകൾ കൃഷിയായിട്ട് ഇപ്പോൾ കൂടുതൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ജീവിതമാർഗമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.